ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലുള്ള ഒരു ആഗ്രഹം നമ്മളിന്ന് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു ആഗ്രഹം. എന്താ പരിപാടി? എന്താ വേണ്ട സ്പെഷ്യലായിട്ട്? അതെ, അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്മോട് വന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മ ദാ അരി ഇടുകയാണ്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അമ്മ അരി ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പിൽ പൂട്ടാറില്ല. ഇപ്പോൾ ഉള്ളിലെ അടുപ്പിൽ തന്നെയാണ് വെക്കാറ് കേട്ടോ. കുറച്ച് പാടാണ്. എന്നാലും ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം നമുക്ക് പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ അകത്ത് തന്നെയാണ് ചോറും കറികളൊക്കെ വെക്കാറ് കേട്ടോ. കറികളൊന്നുമില്ല, പക്ഷെ ചോറ് അതുപോലെ ചുക്കള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെ വെക്കാറ്. പിന്നെ നമുക്ക് മാന്തളാട്ട മീനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപ്പേരിക്ക് കയ്പ്പയ്ക്കായിരുന്നു. അപ്പോൾ അത് എനിക്ക് പൊതിച്ചോറിന് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മണിപ്പയറില്ലേ അത് എടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്ക്. അവൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ. കാരണം നമ്മൾ തലേ ദിവസം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ളൊരു പ്ലാനിങ് അല്ലേ. പിന്നെ ചമ്മന്തി ഇല്ലാണ്ട് എന്ത് പൊതിച്ചോറില്ലേ. അപ്പോൾ പിന്നെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊതിച്ചോറിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ നമ്മുടെ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വെളുത്തുള്ളി, ചുവന്നുള്ളി സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ അവിടെ തോല് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോർമലായിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണ്. ഞാനിതിൻ്റെ വീഡിയോ മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേന് നമ്മുടെ വിസിൽ വന്നു കേട്ടോ പയറിൻ്റെ. പിന്നെ നമ്മൾ മീനൊക്കെ നേരെയാക്കിയിട്ട് അമ്മ നേരെയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ മീൻസ് അധികമൊന്നുമില്ല കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത്ര തന്നെ നമ്മൾ ചേർക്കണുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് തിരുമ്പി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മീനെടുത്തിട്ട് ഇതിൽ തന്നെ കുറച്ച് മീനെടുത്തിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബാക്കി വറക്കാനും വേണ്ടിയിട്ടാണ്. കറിയിൽ പിന്നെ അധികമൊന്നും ഇടില്ല കേട്ടോ. ഒരു 4-5 മീനൊക്കെ വെച്ചിട്ട് വെറുതെ നമ്മൾ മുളക് വെള്ളമല്ലി അങ്ങനെ വയ്ക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇതാ അടുത്തത് നമുക്ക് നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട്. പയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരിയിലേക്ക് വറവിടണം. അപ്പോൾ ഇനി അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വേഗം കടുകും മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ വറവിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സബോളൊന്നും ചേർക്കണില്ല. വെറുതെ വെളുത്തുള്ളിയും നമ്മുടെ അങ്ങാടി മുളകും മാത്രം ഇട്ടിട്ടാണ് വറുത്തിടണത്. കാരണം ഈ പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ്, ഉള്ളി ചേർക്കാണ്ട് ഇങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉപ്പേരി ആദ്യം സെറ്റായിട്ടുണ്ട്. പിന്നെ അമ്മയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. മീൻ കറി മുളകിട്ടത് അമ്മയാണ് വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മീനുകൾ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് 1 മണിയാകുമ്പോഴത്തേനും ടപ്പേ വേഗം പണി തീരണമല്ലോ. അപ്പോൾ പിന്നെ അമ്മയും കൂടി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇതാ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മീൻ കറി അപ്പുറത്ത് അടുപ്പിലായപ്പോൾ ഇപ്പുറത്ത് ഞാൻ വേഗം മീൻ വറക്കാൻ നോക്കിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഓംലേറ്റും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറ് ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരുപാട് കറികളുള്ള ഒരു പൊതിച്ചോറൊന്നല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റണ വളരെ സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓംലേറ്റ് ഉണ്ടാക്കലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓംലേറ്റും കൂടി ആയപ്പോൾ പിന്നെ ഇതാ അമ്മോടെ ഇല മുറിച്ച് കൊടുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഇലയൊക്കെ മുറിച്ചിട്ട് കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരൊറ്റ പൊതിച്ചോറ് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വാട്ടിയിട്ട് ഇതാ കൊടുന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചോറിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊതിച്ചോറിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നൊസ്റ്റു കേട്ടോ. കുറേ മുന്നൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചമ്മന്തി അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോരോ കറികളായിട്ട് നമ്മളിതാ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രീഷ്മയ്ക്ക് കറി ഒഴിക്കേണ്ടെന്ന് പറഞ്ഞ കാരണം കറി ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ഈ ഒരു ടൈമിൽ ഇപ്പോൾ കറി ഒഴിച്ച് കഴിക്കാൻ വലിയൊരു താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ചാറുകറിയായിട്ട് ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ അങ്ങനെ ഡ്രൈ ഐറ്റംസ് ആയിരുന്നു.
ഇതാ ഗ്രീഷ്മ അമ്മ പൊതിച്ചോറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ സമയത്തിന് ശേഷമാണ് കേട്ടോ അത് കഴിക്കുന്നത്. അപ്പോൾ അവളത് കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഇതൊക്കെ സാധിച്ചു കൊടുക്കണമല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ അവളും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.